നിപയിൽ ജാഗ്രത തുടർന്ന് കേരളം. കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്തെത്തും. നിപയുടെ ഉറവിടം കണ്ടെത്താനായിരിക്കും ശ്രമം. രാവിലെ 9 മണിക്ക് അവലോകന യോഗം ചേരും. വിവരങ്ങളുമായി റിയാസ് ചേരുന്നു. റിയാസ്, ICMR സംഘം ഇന്ന് മലപ്പുറത്തെത്തുകയായിരിക്കും. എന്തെല്ലാം കാര്യങ്ങളിലായിരിക്കും ഇവരൊരു തീരുമാനത്തിലെത്തുക? ഇതിന്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതിപ്പോൾ 5ാം തവണയാണ് കേരളത്തിൽ നിപ വൈറസ് ബാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള ഒരു കൃത്യത വന്നിട്ടില്ല. കേന്ദ്ര സംഘത്തിന്റെ പ്രധാന അജണ്ട എന്തായിരിക്കും റിയാസ്? ഗുഡ് മോർണിംഗ് അനുപ്രിയ. എന്തായാലും മാസ്കിട്ട മുഖത്ത് ഒളിപ്പിച്ച നറുപുഞ്ചിരിയോടെ ഈ ഇന്നത്തെ വാർത്ത പറയാൻ സാധിക്കുന്നു എന്നുള്ളതിലൊരു സന്തോഷമുണ്ട്. കാരണം നിപ ഉയർത്തിയ വലിയ ഭീതി, അതിൻ്റെ ആശങ്ക പതിയെ പതിയെ അകലുന്നതിൻ്റെ ആശ്വാസം മലപ്പുറത്ത് നിന്ന് വരുന്നു എന്നുള്ള സന്തോഷമുണ്ട്. ICMR സംഘം ഇന്ന് മലപ്പുറത്തേക്ക് എത്തുകയാണ്. ഇന്നലെ ദുഃഖകരമായൊരു ദിവസമായിരുന്നു നമ്മളെല്ലാം സംബന്ധിച്ച്. നല്ലൊരു ഫുട്ബോൾ താരമായ 14-കാരൻ നിപ ബാധിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി പതിയെ ഒരു ആശ്വാസത്തിന്റെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പരിശോധന നടത്തിയ സ്രവ പരിശോധനയിൽ 7 പേരുടെ ഫലവും നെഗറ്റീവാണ് എന്ന ഒരു സന്തോഷകരമായ ഒരു വാർത്ത. പതിയെ പതിയെ നിപയുടെ ആശങ്ക അകന്നു തുടങ്ങുന്നു എന്ന സൂചനകൾ അതിലൂടെ വരുന്നു. അതിൽ തന്നെ 68 വയസ്സുകാരൻ ഈ ആശുപത്രിയിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മറ്റു രോഗങ്ങൾ കൂടി ഉണ്ടായി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 68-കാരൻ്റെ ഫലവും നെഗറ്റീവാണ്. മറ്റ് 6 കുട്ടികളാണ്. ആ 6 കുട്ടികളുടെ ഫലം, അതായത് ഈ 14-കാരൻ്റെ ഒരുമിച്ച് ഇടപെട്ടിരുന്ന 6 കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ കാണിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സ്രവ പരിശോധനയായിരുന്നു. അവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. എന്തായാലും ഇന്നത്തെ പ്രഭാതത്തിൽ ICMR സംഘം, കേന്ദ്ര സംഘം വിശദമായ പരിശോധനയ്ക്കായി മലപ്പുറത്തേക്ക് എത്തുന്നു. നേരത്തെ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ 3 തവണ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലും കേന്ദ്ര സംഘം ഓടിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. കാരണം ഒരു കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം മാത്രമേ നിപ പോലുള്ള ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിനും സ്വീകരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ICMR സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. രാത്രി 11 മണിയോടുകൂടി എത്തിയ സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ KG സജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ, ഡോക്ടർമാരെ കണ്ട് അവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി ഈ മരിച്ചുപോയ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച കാര്യങ്ങൾ അവർ ആരാഞ്ഞു. ഒപ്പം തന്നെ അവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾ, നിപ പരിചരണ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്, ഒരു വൈറോളജി ലാബും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അത്തരം സംവിധാനങ്ങളെക്കുറിച്ചെല്ലാം അവർ വിശദാംശങ്ങൾ ആരാഞ്ഞു. 4 ശാസ്ത്രജ്ഞരും 2 ടെക്നിക്കൽ വിദഗ്ധരുമാണുള്ളത്. മറ്റൊരു പോസിറ്റീവായൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് മൊബൈൽ ലാബ് എത്തുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്രവ പരിശോധന എളുപ്പമാക്കുന്നതിനാവശ്യമായ മൊബൈൽ BSL-3 ലബോറട്ടറി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും. ഇതോടെ പൂനെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്രവ പരിശോധന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ നടത്താനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക സഹായ സംഘം സംസ്ഥാനത്തെ ഈ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘം കൂടി, സംയുക്ത കേന്ദ്ര സംഘത്തെ കൂടി വിന്യസിക്കുമെന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. റിയാസ്, ഇപ്പോൾ റിയാസ് പങ്കുവച്ചത് വളരെയധികം ആശ്വാസമുള്ള ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് റിയാസ്. അതായത് 12 ദിവസം മുന്നെയാണ് ഈ മരിച്ച കുട്ടിക്ക് പനി ബാധിച്ചത്. അപ്പോൾ തന്നെ 12 ദിവസമായിരിക്കുന്നു ഈ നിപയാണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഇത് തീർച്ചയായും ആരോഗ്യരംഗത്ത് നിന്നൊരു വീഴ്ചയല്ലേ? കാരണം ഇത്തരം പകർച്ചവ്യാധികൾ വരാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ അത് ആരോഗ്യരംഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമല്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്നലെ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ നിപ വന്നതിന് ശേഷം 5 വർഷം മുൻപ് കേരളത്തിൽ നിപ വന്നതിന് ശേഷമുള്ള തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും, പ്രത്യേകിച്ച് 2023-ലും 2024-ലും മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കൃത്യമായ ഒരു ബോധവൽക്കരണം കേരളത്തിൽ നൽകാറുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പക്ഷെ അത് ഉണ്ടായോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ നിപ രോഗനിർണയം നടത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല ഈ കുട്ടിക്ക് മറ്റു രോഗങ്ങളും ഉണ്ടായിരുന്നു, ചെള്ളുപനി പോലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതും ആരോഗ്യാവസ്ഥ മോശമാവുന്നതിന് കാരണമായി. ഇന്നലെ രാവിലെ
10:50 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന കുട്ടി ഹൃദയസ്തംഭനം മൂലമാണ് മരണപ്പെടുന്നത്. ഈ കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ജീവൻ നിലനിർത്തിയിരുന്നത് എന്നാണ് ഡോക്ടർമാരുൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ നിപ്പ രോഗനിർണയം സാധ്യമാക്കുന്ന രീതിയിലേക്ക്, എളുപ്പത്തിൽ സാധ്യമാക്കുന്ന രീതിയിലേക്ക് ആരോഗ്യരംഗം ഒന്നുകൂടി കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യതയാണ്. പ്രത്യേകിച്ച് ഇതൊരു സീസണൽ രോഗം പോലെ ഈ മലബാർ മേഖലയിലും എറണാകുളത്ത് നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി അത്തരത്തിലൊരു മാർഗരേഖ പുറത്തിറക്കുന്നത് എന്തുകൊണ്ടും ജനങ്ങളെ സംബന്ധിച്ച് ഗുണപ്രദമായിരിക്കും എന്നുള്ളത് വസ്തുതയാണ്.